മീഡിയ സ്റ്റോറിയുടെ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ചർച്ച ജീവനക്കാരുടെ ലീവ് സറണ്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ലീവ് സറണ്ടറിനെ കുറിച്ച് പറഞ്ഞാൽ 12 മാസം ജോലി ചെയ്തതിന് ശേഷം 13 മാസം ശമ്പളം വാങ്ങുന്നവരാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരെന്ന് മുൻ ഭരണാധികാരികൾ പലതവണ അധിക്ഷേപിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതെ, 2002 ജീവനക്കാരുടെ സറണ്ടർ നിർത്തലാക്കി UDF സർക്കാർ ഉത്തരവിറക്കി. ജീവനക്കാർ അതിനെതിരെ സമരം ചെയ്തു. അന്ന് നാടാകെ UDF നേതാക്കൾ നടന്ന് പ്രസംഗിച്ചതാണ് 12 മാസം ജോലി ചെയ്ത് 13 മാസം ശമ്പളം വാങ്ങുന്നവരാണ് സർക്കാർ ജീവനക്കാരെന്ന്. സറണ്ടറിനോടുള്ള അവരുടെ പക ഇപ്പൊ തുടങ്ങിയതല്ല. മാത്രമല്ല 84-ലെ UDF സർക്കാരാണെന്ന് സറണ്ടർ നിർത്തലാക്കി ഉത്തരവിറക്കിയത്. കേരളം ആകെ അന്ന് സമരങ്ങൾ നടന്നു. UDF സർക്കാരിനെതിരെ ഐതിഹാസികമായ സമരം. ആ സമരത്തിൽ കേരള NG യൂണിയന്റെ ജനറൽ സെക്രട്ടറിയുടെ തല തള്ളിപ്പൊളിച്ചവരാണ് അന്നത്തെ ഭരണാധികാരികൾ. 2002-ലെ സമരത്തിൽ സറണ്ടർ മാത്രമല്ലായിരുന്നു വിഷയം, പക്ഷേ സറണ്ടർ പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. പക്ഷേ 84-ൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് എത്ര ദിവസം സറണ്ടർ ചെയ്യാമായിരുന്നു എന്നറിയാമോ? 45 ദിവസമല്ലേ? അതെ, 45 ദിവസക്കാലം കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ലീവ് സറണ്ടർ ആനുകൂല്യം ഉണ്ടായിരുന്നു. അത് 92-ലെ UDF സർക്കാരാണ് നിർത്തലാക്കിയത്. അതെ, സറണ്ടറിനോടുള്ള നിഷേധാത്മക നിലപാട് UDF സർക്കാർ എല്ലാ കാലങ്ങളും സ്വീകരിച്ചിട്ടുള്ളതാണ്. അന്ന് സമരം ചെയ്തതിനു ശേഷം 15 ദിവസമാക്കി. പിന്നീട് വന്ന LDF സർക്കാരാണ് 30 ദിവസം ലീവ് സറണ്ടർ അനുവദിച്ച് ഉത്തരവിറക്കിയത്. എന്നിട്ടിപ്പോൾ സറണ്ടർ കൊടുക്കുന്നുണ്ട്. സറണ്ടർ നിഷേധിക്കുന്ന ഒരു സമീപനം ഒരു കാലത്തും LDF സർക്കാർ എടുത്തിട്ടില്ല. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കിയിട്ട് കേരള സർക്കാർ ഇപ്പോഴും ലീവ് സറണ്ടർ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ. ചിലർക്ക് ക്യാഷ് ആയിട്ട്, ചിലർക്ക് അക്കൗണ്ടിലോ? എന്താണ് അക്കൗണ്ടിൽ? അതെ, അക്കൗണ്ട്. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് LDF ഗവൺമെന്റ് ലീവ് സറണ്ടർ ആനുകൂല്യം നിഷേധിച്ചിട്ടില്ല. അത് കുറച്ചു പേർക്ക്, ഈ നേരത്തെ സൂചിപ്പിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക ഞെരുക്കം ഉണ്ടായതുകൊണ്ട് മാത്രം കുറച്ച് ജീവനക്കാർക്ക് അത് പണമായി കയ്യിൽ ലഭിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് അവരുടെ അക്കൗണ്ട്, GPF അക്കൗണ്ടിലേക്ക് അത് മാറിയെടുക്കുന്നുണ്ട്. അത് നമ്മുടെ ജീവനക്കാരുടെ സൗകര്യം പോലെ തന്നെ അത് മാറിയെടുക്കാവുന്നതാണ്. ചില നിയന്ത്രണങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും അത് സാമ്പത്തിക ഞെരുക്കം കൊണ്ട് മാത്രമാണ്. ലീവ് സറണ്ടർ ഈ ഗവൺമെന്റ് LDF സർക്കാർ ഒരു കാലത്തും ജീവനക്കാർക്ക് നിഷേധിച്ചിട്ടില്ല. മീഡിയ സ്റ്റോറിയിൽ മറ്റൊരു ചർച്ചയുമായി വീണ്ടും കാണാം. നന്ദി.